കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോൾ കൺസെപ്റ്റ് കണ്ടു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്തു. അവിടെ നമ്മൾ ഒരുപാട് ആറ്റംസ്, അയോൺസ് ഒക്കെ എണ്ണിയെടുക്കാൻ വേണ്ടിയാണ് മോൾ എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു കോമ്പൗണ്ടിലെ എലമെന്റിന്റെ മാസ് പെർസെൻറ്റേജ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ മാസ് പെർസെൻറ്റേജ്. പെട്ടെന്ന് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മാർക്കിന്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയ മാർക്കിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യും? കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 പെർസെൻറ്റേജ് അല്ലേ കണ്ടുപിടിക്കുന്നത്. നമുക്കിപ്പോ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിലെ, ഫോർ എക്സാമ്പിൾ വാട്ടർ, ഇതിലെ ഹൈഡ്രജന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഓക്സിജന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചാൽ എന്താ ഗുണം? നമുക്കറിയാം ഇതിനകത്ത് ഇത്ര ശതമാനം ഹൈഡ്രജനും ഇത്ര ശതമാനം ഓക്സിജനും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. പെർസെൻറ്റേജ് ബൈ മാസ് അത്രയും കാണുമെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിന്റെ മാസ് പെർസെൻറ്റേജ് അറിയാമെങ്കിൽ നമുക്കതിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാം. കാരണം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി, ആ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള മാസ് പെർസെൻറ്റേജ് എലമെന്റ്സ് അതിനകത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി എങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. സോ മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദാറ്റ് എലമെന്റ്. ഏത് എലമെന്റിന്റെ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ എലമെന്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻറ്റു 100 പെർസെൻറ്റേജ് അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാസ് പെർസെൻറ്റേജ് ഓഫ് ദാറ്റ് എലമെന്റ് കിട്ടും. ഉദാഹരണത്തിന് ഇവിടെ വാട്ടറിൽ നമ്മൾ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ. അപ്പൊ വാട്ടറിൽ ഹൈഡ്രജന്റെ മാസ് എത്രയാണെന്ന് നമ്മൾ അറിയണം, വേണ്ടേ? അതിന് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് അറിയണം. ഹൈഡ്രജൻ 2 എണ്ണമുണ്ട് വാട്ടറിൽ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ദാറ്റ് ഈസ് 1.008 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട്. ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത് വാട്ടർ ആണ്. വാട്ടറിന്റെ മോളാർ മാസ് എത്രയാണ്? ഹൈഡ്രജന്റെ അറ്റോമിക് മാസും ഓക്സിജന്റെ അറ്റോമിക് മാസും കൂടി കൂട്ടണം, വേണ്ടേ? അപ്പൊ എത്ര കിട്ടും? 2 into 1.008 പ്ലസ് 16 into 1, കാരണം ഒരു ഓക്സിജൻ ആറ്റല്ലേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിയുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 18.02 എന്ന് കിട്ടും. അതാണ് മോളാർ മാസ് ഓഫ് ദി വാട്ടർ. അപ്പൊ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് കണ്ടുപിടിച്ചത്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? 18.02. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 11.18%. അപ്പൊ 11.18% ഹൈഡ്രജൻ ഉണ്ട്. ഇനി മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും എന്ത് പഠിച്ചിരിക്കണം? ഈ ഇക്വേഷൻ പഠിച്ചിരിക്കണം. സോ മാസ് ഓഫ് ദാറ്റ് എലമെന്റ്, ഇവിടെ നമ്മൾ ഏത് എലമെന്റ് ആണ്? ഓക്സിജൻ ആണ്. അപ്പൊ ഓക്സിജന്റെ മാസ് എത്രയാണ്? 16. ഒരെണ്ണല്ലേ ഉള്ളൂ. അപ്പൊ 1 into 1. അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് 16 എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് എത്രയാണ്? 18.02 ഇൻറ്റു എന്ത് ചെയ്യണം? 100, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 88.79%. അപ്പൊ വാട്ടറില് 11.18% ഹൈഡ്രജനും 88.79% ഓക്സിജനും പ്രസന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു സാമ്പിളില്, വാട്ടറിന്റെ സാമ്പിളിൽ ഇതാണ് നമുക്കതിന്റെ പെർസെൻറ്റേജ് എന്ന് അറിയാം. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അതിന്റെ മാസ് പെർസെൻറ്റേജ്. ഹൈഡ്രജൻ ഇത്രയും ഉണ്ടോ, ഓക്സിജൻ ഇത്രയും ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അത്രയും ഉണ്ട് എങ്കിൽ അത് പ്യുവർ വാട്ടർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എത്തനോൾ എന്ന് പറയുന്ന മോളിക്യൂളില് കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസ് പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന് എന്തറിയണം? എത്തനോളിന്റെ മോളാർ മാസ് നമുക്ക് വേണ്ടേ? അപ്പൊ എത്തനോളിന്റെ മോളാർ മാസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. മോളാർ മാസ് ഓഫ് എത്തനോൾ C2H5OH എന്ത് കിട്ടും?
2 കാർബൺ ആണ്. സോ 2 into 12.01 പ്ലസ് 6 into 1.008 പ്ലസ് ഇനി ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് 16. ഇതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ എത്ര കിട്ടും? 46.068 ഗ്രാം എന്ന് കിട്ടും. ഇതാണ് മോളാർ മാസ് ഓഫ് എത്തനോൾ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിലെ ഡിനോമിനേറ്റർ കിട്ടി എത്രയാണെന്ന്. മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ എങ്ങനെ കണ്ടുപിടിക്കാം? കാർബൺ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. 2 എണ്ണം ഉണ്ട്. സോ 2 into കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12.01. സോ മാസ് ഓഫ് ദാറ്റ് എലമെന്റ്, കാർബൺ എന്ന് പറയുന്ന എലമെന്റ് എത്തനോൾ എന്ന് പറയുന്ന മോളിക്യൂളില് ഇത്രയും മാസ് ഉണ്ട്. 2 into 12.01. ഇനി മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് എത്രയാണ്? 46.068. സോ വിച്ച് ഈസ് ഈക്വൽ ടു 52.14%. മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാസ് പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ. അതെങ്ങനെ കിട്ടും? ഹൈഡ്രജൻ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കിക്കേ. 5ഉം 1ഉം 6. 6നെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് അത് എത്രയാണ്? 1.008. അപ്പൊ ഇത്രയുമാണ് ഈ മോളിക്യൂളിൽ, എത്തനോൾ എന്ന് പറയുന്ന മോളിക്യൂളിൽ ഹൈഡ്രജന്റെ മാസ്. ദാറ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അത് എത്രയാണ്? 46.068 and which is equal to 13.13%. ഓക്കെ, ഇനി അടുത്തത് എന്ത് കണ്ടുപിടിക്കാം? മാസ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ. എന്ത് ചെയ്യണം? എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? ഒരു ഓക്സിജൻ ആറ്റം. അപ്പൊ 1 into ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എത്രയാണ്? 16 ആണ്. സോ 1 into 16 ഡിവൈഡഡ് ബൈ 46.068. അതാണ് അതിന്റെ മോളാർ മാസ് അല്ലെ? ഈ കോമ്പൗണ്ടിന്റെ മോളാർ മാസ് ആണ് 46.068 വിച്ച് ഈസ് ഈക്വൽ ടു 34.73%. ഓക്കെ, അപ്പം എത്തനോൾ എന്ന് പറയുന്ന മോളിക്യൂളില് കാർബണിന്റെ മാസ് പെർസെന്റേജ് 52.14% ആണ്. എന്ന് പറഞ്ഞാൽ 100 ഗ്രാം എത്തനോൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 52.14 ഗ്രാം കാർബൺ ആണ്. 100 ഗ്രാം എത്തനോൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 13.13 ഗ്രാം ഹൈഡ്രജൻ ആണ്. അതുപോലെ 100 ഗ്രാം എത്തനോൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 34.73 ഗ്രാം ഓക്സിജൻ ആണ്. ഓക്കെ, അതാണ് മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്. ആ ഇക്വേഷൻ പഠിച്ചു വെച്ചോണം കേട്ടോ. മാസ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദാറ്റ് എലമെന്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻറ്റു 100. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. ഞാൻ ഷോർട്ട് ഫോമിന് എംപിരിക്കൽ ഫോർമുലയെ EF എന്ന് എഴുതുകയാണ്, മോളിക്കുലാർ ഫോർമുലയെ MF എന്ന് എഴുതുകയാണ്. ഞാൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും വെച്ച് റെപ്രസെന്റ് ചെയ്യും കേട്ടോ. ഇനി എന്താണ് എംപിരിക്കൽ ഫോർമുല? എംപിരിക്കൽ ഫോർമുലയുടെ ഡെഫിനിഷൻ പറയുന്നതിന് മുൻപ് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കോമ്പൗണ്ട് ആണ് C6H12O6 അല്ലേ? ഇവിടെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും പ്രസന്റ് ആയിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 6:12:6 ആണ്. ഇതാണ് ഇതിന്റെ ആക്ച്വൽ റേഷ്യോ എന്ന് പറയുന്നത്. പക്ഷെ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1:2:1. ഇതാണ് റേഷ്യോ. ഈ റേഷ്യോയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എംപിരിക്കൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ എംപിരിക്കൽ ഫോർമുല ഒന്ന് എഴുതാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് ഒരു കാർബൺ, 2 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. സോ ദിസ് ഈസ് ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ്. ഇത് ഗ്ലൂക്കോസ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന മോളിക്യൂളാണ്. ആ ഗ്ലൂക്കോസിന്റെ എംപിരിക്കൽ ഫോർമുലയാണ് ഇത്. എങ്ങനെ എനിക്കിത് കിട്ടിയത്? ഇവയിൽ എത്ര ആറ്റംസ് ഉണ്ടോ അവയുടെ റേഷ്യോസ് എടുത്തു അല്ലേ? ആ റേഷ്യോസിന്റെ സിംപ്ലസ്റ്റ് റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എംപിരിക്കൽ ഫോർമുല? ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് റേഷ്യോ, സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ, പൂർണ്ണസംഖ്യയായിരിക്കണം. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ്. പല ആറ്റംസ് ഉണ്ട് ഒരു കോമ്പൗണ്ടിൽ. നോക്കിയ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ പല ആറ്റംസിന്റെ ഒരു സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിലുള്ള പല ആറ്റംസിന്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എംപിരിക്കൽ ഫോർമുല എന്ന് വിളിക്കുന്നത്.
ഇനി അങ്ങനെയാണെങ്കിൽ മോളിക്കുലാർ ഫോർമുല എന്താണ്? മോളിക്കുലാർ ഫോർമുല നമുക്ക് എങ്ങനെ പറയാം? ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? C6H12O6 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസ്, കറക്റ്റ് നമ്പർ തരും. എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് വേരിയസ് എലമെന്റ്, പല എലമെന്റിന്റെ എക്സാക്ട് നമ്പർ ആറ്റംസ് ആര് തരും? molecular formula തരും. So molecular formula is the exact number of atoms of various elements present in the compound or present in the molecule. അപ്പൊ അതിനെയാണ് നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഡിസ്റ്റിംഗ്വിഷ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ് തരുന്നതെങ്കിൽ മോളിക്കുലാർ ഫോർമുല എന്താണ് തരുന്നത്? എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് വേരിയസ് എലമെന്റ്സ്. ഒരു കോമ്പൗണ്ടില് ഓരോ എലമെന്റും എത്ര എണ്ണം വീതമുണ്ടെന്നുള്ള ആ നമ്പർ കൃത്യമായിട്ട് മോളിക്കുലാർ ഫോർമുല തരും. ഇത് ഒരു എക്സാമ്പിള്. അടുത്തൊരു എക്സാമ്പിള് C2H6. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല ഈഥെയ്ൻ എന്ന് പറയുന്ന മോളിക്യൂളാണിത്, ഹൈഡ്രോ കാർബൺ ആണ്. ഇതിലെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C2H6 ആണ്. എന്നാൽ ഇതിന്റെ എംപിരിക്കൽ ഫോർമുല എന്തായിരിക്കും? 2:6 ആയിരിക്കും. അതായത് അത് 1:3 അല്ലേ? അപ്പൊ ഇത് 1:3 എന്ന് പറയുമ്പോൾ CH3 ഇതാണ് അതിന്റെ എംപിരിക്കൽ ഫോർമുല. ഇതെന്താണ്? മോളിക്കുലാർ ഫോർമുല. അപ്പൊ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും ബേസ് ചെയ്ത പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ 1-2 ചെറിയ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കണം. അതിൽ ആദ്യം തന്നെ നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കണം. ഞാൻ EF ഷോർട്ട് ഫോം എഴുതുകയാണ് കേട്ടോ. എംപിരിക്കൽ ഫോർമുല മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ കണ്ടു ഗ്ലൂക്കോസ് C6H12O6 ആണെന്നും അതിന്റെ എംപിരിക്കൽ ഫോർമുല എന്താണ്? CH2O ആണെന്നും നമ്മൾ കണ്ടു. അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? കാർബണിന്റെ അറ്റോമിക് മാസ് 12 പ്ലസ് ഞാൻ റൗണ്ട് ചെയ്ത് എടുക്കുകയാണ്. ഹൈഡ്രജന്റെ മാസ് 2 ഹൈഡ്രജൻ ഉണ്ട്, ഇൻറ്റു 1 എന്ന് എടുത്തു. 1.008 ഞാൻ കളഞ്ഞു, 1 എന്ന് എടുത്തു. പ്ലസ് ഓക്സിജൻ 1 ഉള്ളൂ, ഇൻറ്റു 16. സോ വിച്ച് ഈസ് ഈക്വൽ ടു 12 പ്ലസ് 2 പ്ലസ് 16. അതെത്രയാണ്? ഈസ് ഈക്വൽ ടു 30 അല്ലേ? അപ്പൊ 30 ആണ് എംപിരിക്കൽ ഫോർമുല മാസ്. അപ്പൊ എങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുല മാസ് നമ്മൾ കണ്ടുപിടിച്ചത്? സം ഓഫ് അറ്റോമിക് മാസസ് of various atoms present in the formula. ആ ഫോർമുലയില് എത്ര ആറ്റംസ് ഉണ്ടോ ആറ്റംസിന്റെ എല്ലാം അറ്റോമിക് മാസിന്റെ സം ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടി. ഇതിങ്ങനെയാണ് ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. MF എന്ന് പറയുന്ന മോളിക്കുലാർ ഫോർമുലയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ഇത് പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. സോ മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ഇനി N എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? N ഈസ് ഈക്വൽ ടു മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. നമ്മൾ ആ കണ്ടുപിടിച്ചില്ലേ എംപിരിക്കൽ ഫോർമുല മാസ്. അപ്പൊ തന്നിരിക്കുന്ന മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? N കിട്ടും. അപ്പൊ ഈ N വെച്ച് എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ ഫോർമുല കിട്ടും. അപ്പൊ എങ്ങനെ ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാം എന്നുള്ള പ്രോബ്ലമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. വോളറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ. വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വാക്ക് അറിയാമോ? വോളറ്റൈൽ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്തു പോകുന്നത്, ഇവാപറേറ്റ് ചെയ്തു പോകുന്നത്, ബാഷ്പീകരിച്ചു പോകുന്നത്, അതിനെയാണ് നമ്മൾ വോളറ്റൈൽ കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. അത്തരം കോമ്പൗണ്ടുകളുടെ കേസിൽ ചിലപ്പോൾ ചില പ്രോബ്ലംസിൽ വേപ്പർ ഡെൻസിറ്റി തരാറുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ വേപ്പർ ഡെൻസിറ്റി തരും. അപ്പൊ നമുക്ക് മോളാർ മാസ് അവിടെ തരില്ല.
അപ്പൊ മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മോളാർ മാസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി. ഈ ഇക്വേഷനും ഒന്ന് പഠിച്ച് വെച്ചേക്കുക കേട്ടോ. പ്രോബ്ലം ഒക്കെ ചെയ്യാൻ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും. സോ ഇൻ ദ കേസ് ഓഫ് വോളറ്റൈൽ കോമ്പൗണ്ടിന്റെ കേസിലാണ് മോളാർ മാസ് തന്നിട്ടില്ല എങ്കിൽ അവിടെ എന്ത് തന്നിട്ടുണ്ടാകും? വേപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ടാകും. സോ മോളാർ മാസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് എംപിരിക്കൽ ഫോർമുലയെ മോളിക്കുലാർ ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ അതാണ്: എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ, 24.27% കാർബൺ ആൻഡ് 71.65% ക്ലോറിൻ. ഇറ്റ്സ് മോളാർ മാസ് ഈസ് 98.96 gram. വാട്ട് ആർ ഇറ്റ്സ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല? അതിന്റെ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഈ കോളം ഒന്ന് പരിചയപ്പെടാം. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ഒന്ന് എടുത്തെഴുതാം. ഫസ്റ്റ് കോളം എലമെന്റ് ആണ്. എലമെന്റ് എഴുതാം. ആദ്യത്തെ എലമെന്റ് ഹൈഡ്രജൻ ആണ്, ഞാൻ അതിന്റെ സിമ്പൽ മാത്രമേ എഴുതുന്നുള്ളൂ. രണ്ടാമത്തെ എലമെന്റ് കാർബൺ ആണ്. മൂന്നാമത്തെ എലമെന്റ് ക്ലോറിൻ ആണ്. നോക്കിക്കേ, അപ്പൊ ഫസ്റ്റ് കോളം എലമെന്റ് ആണ്, അതിന്റെ സിമ്പൽ എഴുതുക. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് മാസ് പെർസെന്റേജ് ആണ്. എന്ന് പറഞ്ഞാല് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടില്ല എങ്ങനെയാണ് ഒരു എലമെന്റിന്റെ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്നതെന്ന്. അതില് 4.07% ഹൈഡ്രജൻ എന്നാൽ അർത്ഥമാക്കുന്നത് എന്താണ്? 4.07 gram ഹൈഡ്രജൻ ഇൻ 100 gram ഓഫ് ദി കോമ്പൗണ്ട്. 100 gram കോമ്പൗണ്ട് എടുത്താൽ അതിൽ ഇത്രയും ഗ്രാം വീതം ഹൈഡ്രജനും കാർബണും ക്ലോറിനും കാണും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ മാസ് പെർസെന്റേജ് ഇവിടെ എഴുതാം. ഗ്രാമിൽ തന്നെയായിട്ട് നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് 4.07 gram, then 24.27 gram, then 71.65 gram ക്ലോറിൻ. ഓക്കെ, എന്നാണ് അതിന്റെ അർത്ഥം. ഓരോ എലമെന്റിന്റെയും മാസ് പെർസെന്റേജ് നമ്മൾ എഴുതി. ഇനി അടുത്തത് മൂന്നാമത്തെ കോളത്തിലെ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മോളാർ മാസ് ആയിട്ട് എടുത്തിരിക്കുന്നത് എന്താണ്? അറ്റോമിക് മാസ് ആണ്. മോളാർ മാസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആറ്റം ആണ് എങ്കിൽ അത് അറ്റോമിക് മാസും, മോളിക്യൂൾ ആണ് എങ്കിൽ അത് മോളിക്കുലാർ മാസുമാണ്, അല്ലെ? അപ്പൊ അത് രണ്ടിനെയും നമ്മൾ മോളാർ മാസ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ഹൈഡ്രജന്റെ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? മാസ് പെർസെന്റേജ്. സോ മാസ് പെർസെന്റേജ് 4.07 ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? 1.008 ആണ്. ഞാൻ അതിനെ 1 എന്ന് എടുക്കുകയാണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 4.07. നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ 1 എന്ന് എടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. ദെൻ കാർബണിന്റെ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കിട്ടും? 24.27. അതാണ് മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ. അതായത് 24.27 gram കാർബൺ ഇൻ 100 gram ഓഫ് ദി കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ എന്താണ്? അറ്റോമിക് മാസ് എത്രയാണ് കാർബണിന്റെ? 12 എന്നെടുത്തു. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2.02. ഓക്കെ, ഇനി ക്ലോറിന്റെ മാസ് പെർസെന്റേജ് എത്രയാണ്? 71.65 divided by 35.5 which is equal to ഇതിന്റെ വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ 2.02 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ കോളവും ക്ലിയർ ആയി. ഈ കോളത്തിന്റെ ഹെഡിങ് ഇത് എന്താണ്, എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് വിച്ച് ഈസ് ഈക്വൽ ടു മാസ് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. ഓരോന്നിനെയും നമ്മൾ അറ്റോമിക് മാസ് വെച്ചാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ കിട്ടിയതിന്റെ സിമ്പിൾ മോളാർ റേഷ്യോ എടുക്കാൻ പോവാണ്. ആ റേഷ്യോ കിട്ടാൻ വേണ്ടി ഓരോന്നിനെയും ഇതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കുക. ഈ 3 നമ്മൾ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചിട്ടില്ലേ? അതിൽ ഏറ്റവും ചെറിയ നമ്പർ വെച്ച് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുക. സോ ഞാനിവിടെ 4.07 എടുത്തു. അതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തു? 2.02. കാരണം 2.02 ആണ് ഏറ്റവും ചെറുത്. വിച്ച് ഈസ് ഈക്വൽ ടു 2. Then 2.02 divided by 2.02 അത് എത്രയാണ്? 1. And again 2.02 divided by 2.02 which is equal to 1. അപ്പൊ നമുക്ക് സിമ്പിൾ മോളാർ റേഷ്യോയും കിട്ടി. ഇനി ലാസ്റ്റ് കോളം സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ്.
ഇവിടെ കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് ഹോൾ നമ്പർ അല്ല എന്ന് വിചാരിക്കുക, അതൊരു ഫ്രാക്ഷണൽ നമ്പർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഹോൾ നമ്പർ ആക്കണം. അതിനുവേണ്ടി ഒരു സ്യൂട്ടബിൾ ഇന്റിജർ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കതിനെ ഹോൾ നമ്പർ ആക്കാം. സപ്പോസ് ഇവിടെ 1 പകരം 1.5 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഈ 1.5നെ ഹോൾ നമ്പർ ആക്കാൻ, പൂർണ്ണ സംഖ്യയാക്കാൻ വേണ്ടി ഇൻറ്റു 2 ചെയ്യണം. അപ്പൊ അത് ഏതിനും ബാധകമാണ്? ഇതിനും എല്ലാം ബാധകമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ ഹോൾ നമ്പർ കിട്ടിയത് കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, 2 1 1. ഓക്കെ, ഇനി എംപിരിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം? എംപിരിക്കൽ ഫോർമുല ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് ദ simplest whole number ratio of various atoms present in a compound. അപ്പൊ ഇവിടെ പ്രസന്റ് ആയിരിക്കുന്ന ആറ്റംസ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 2. കാർബൺ എത്ര എണ്ണം ഉണ്ട്? 1. ക്ലോറിൻ എത്രയുണ്ട്? 1. സോ ദിസ് ഈസ് ദ എംപിരിക്കൽ ഫോർമുല. അപ്പൊ എംപിരിക്കൽ ഫോർമുല അറിയാമെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ എംപിരിക്കൽ ഫോർമുല മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എംപിരിക്കൽ ഫോർമുല മാസ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? അറ്റോമിക് മാസുകൾ കൂട്ടുക. കാർബണിന്റെ അറ്റോമിക് മാസ് 12 പ്ലസ് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 2 എണ്ണം ഉണ്ട്, സോ 2 into 1 പ്ലസ് ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് ആയിട്ട് കിട്ടുന്നത് 49.5 ഗ്രാം കിട്ടും. ഇനി നമ്മൾ n കണ്ടുപിടിക്കണം. സ്മോൾ ലെറ്റർ n. n എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ശരിയല്ലേ? നമ്മൾ കുറച്ചു മുന്നേ പഠിച്ചതല്ലേ? അപ്പൊ ഇവിടെ മോളാർ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? 98.96. ഓക്കെ, ദാറ്റ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് എത്രയാണ്? 49.5. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2 എന്നാണ്. സോ എന്നിന്റെ വാല്യൂ എന്ത് കിട്ടി? 2 കിട്ടി. ഇനി മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പറഞ്ഞേ. മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു n into എംപിരിക്കൽ ഫോർമുല. n എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. സോ 2 into എംപിരിക്കൽ ഫോർമുല എന്താണ്? എഴുതുകയാണ് CH2Cl. ഓരോ ആറ്റത്തെയും ഈ 2 വെച്ച് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ എഴുതുക, C2 അതിന്റെ നമ്പർ ഓഫ് ആറ്റംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, H4Cl2. സോ ദിസ് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. ഇങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുന്നത് ഇഫ് ദ മാസ് പെർസെന്റേജ് ഈസ് ഗിവൺ. ഓക്കെ, ഇതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ഒരു കോമ്പൗണ്ടില് 4 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഇങ്ങനെ 4 എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോന്നിന്റെയും പെർസെന്റേജ് തന്നിട്ടുണ്ട്, 12, 14, 32. ഈ ഒരു റേഷ്യോയിൽ തന്നിട്ടുണ്ട്. ഓക്സിജന്റെ തന്നിട്ടില്ല. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് പെർസെന്റേജ് കാർബണിന്റെയും ഹൈഡ്രജന്റെയും നൈട്രജന്റെയും തന്നിട്ടുണ്ട്, ഓക്സിജന്റെ തന്നിട്ടില്ല. എങ്ങനെ ചെയ്യും? സോ മാസ് പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ടോട്ടൽ പെർസെന്റേജ് 100% അപ്പൊ ആ 100ൽ നിന്ന് എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 12 പ്ലസ് 14 പ്ലസ് 32. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 100ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഓക്സിജന്റെ മാസ് പെർസെന്റേജ്. അപ്പൊ ചില പ്രോബ്ലംസ് തരുമ്പോൾ അതിനകത്ത് ഓക്സിജൻ ഉണ്ടെന്ന് പറയും, പക്ഷെ ഓക്സിജന്റെ പെർസെന്റേജ് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് പഠിച്ച എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. Determine the molecular formula of an oxide of iron in which the mass percent of iron and oxygen are 69.9 and 30.1 respectively. Molar mass of the compound is 159.8 gram per mole. And atomic mass of iron is equal to 55.85 gram per mole. ഇനി നിങ്ങൾക്ക് ഈ അറ്റോമിക് മാസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലോഗരിതം ടേബിൾ ഉപയോഗിക്കാൻ പരീക്ഷയ്ക്ക്. അതിനകത്ത് അറ്റോമിക് മാസുകൾ ഓരോ എലമെന്റിന്റെയും ഉണ്ട് കേട്ടോ. അപ്പൊ അത് നോക്കി നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ നന്നായിട്ട് ചെയ്ത് തന്നെ പഠിക്കുക. പ്രോബ്ലം ആണ്, ചെയ്ത് തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.